لنا مي بدر التمام السلام عليك يا كهفا ومقصد السلام عليك يا حسنا تفرد صلواتي على نبي والسلام وهو خير الأنام بدر التمام السلام عليك يا ماحي ذنوبي السلام عليك يا جالي الكروب صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام عليك يا نور الظلام السلام عليك يا كل المرام صلواتي على النبي والسلام وهو خير الأنام بدر التمام السلام على المقدم للإمامة السلام على المشفع في القيامة صلواتي على النبي والسلام وهو خير العالم بدر التمام السلام على المظلل بالغمامة السلام على المتوج بالكرامة صلواتي على النبي والسلام وهو خير الأنام بدر التمام سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيب الله ما رأينا العيس هنت بالسرى إلا إليك والغمامة قد أضلت والملا صلوا عليك يا رسول الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيب الله وإلى حضرات أرواح أنباتنا وأنبات المؤمنين اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينكم في دار جناتك جنات الفردوس مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സമാദരണീയരായ
ഉസ്താദുമാരെ, കാരണവന്മാരെ, വിവിധ മഹല്ലുകളിലെ ഖതീബുമാർ, മുദരിസുമാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പൗരപ്രമുഖർ, മഹല്ല് ഭാരവാഹികൾ, മുതാലിം സുഹൃത്തുക്കൾ, മറ്റ് വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ അവൻ്റെ അർശിൻ്റെ തണലിൽ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പൊന്നമ്പിളി ആകാശഗംഗയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിനോട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ മനസ്സുകൾ സന്തോഷം കൊള്ളുന്ന ഒരു നിമിഷത്തിലാണ് പൂക്കുളത്തൂർ ഏരിയ ഖാലി അസോസിയേഷൻ്റെ കീഴിൽ ഒരു മീലാദ് വിളംബരം സംഘടിപ്പിക്കുന്നത്. മൗലിദ് കൊണ്ട് ആരംഭിച്ച് ബഹുമാനപ്പെട്ട കരീം ബാക്കവി ഉസ്താദിൻ്റെ സമയബന്ധിതമായ ഒരു മദ്ഹുർ റസൂൽ പ്രഭാഷണത്തോടും പ്രാർത്ഥനയോടും അവസാനിക്കുന്ന വളരെ ലളിതമായ സമയബന്ധിതമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ചത് നിങ്ങൾക്കറിയാം, 9 വർഷത്തോളമായി നമ്മുടെ ഈ പുൽപ്പറ്റ ഏരിയകളിൽ, പൂക്കുളത്തൂർ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള മഹല്ലുകളിലെ ഞങ്ങൾ ഉസ്താദുമാർ ഞങ്ങൾക്ക് കൂടിയിരിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്താനും വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് പൂക്കുളത്തൂർ ഏരിയ ഖാലി അസോസിയേഷൻ. മദ്രസയിലെ ഉസ്താദുമാർ റേഞ്ച് അടിസ്ഥാനത്തിലൊക്കെ കൂടിയിരിക്കുന്നത് പോലെ കൂടിയിരിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ജംഇയ്യത്തുൽ ഖുതബാ രൂപീകൃതമായി മേഖലാ കമ്മിറ്റി വരെ നിലവിൽ വന്നു. അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ അനിവാര്യമാണ് എന്ന അഭിപ്രായത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഗമിച്ചത്. അൽഹംദുലില്ലാ 9 വർഷം പിന്നിട്ടപ്പോൾ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മ വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഗമമായി മാറുകയാണ്. മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു മഹല്ലിൽ എല്ലാ ഉസ്താദുമാരും കൂടിയിരിക്കുകയും ആനുകാലിക സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആധികാരികമായി പഠനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു സംരംഭമാണിത്. ഇതിൻ്റെ കീഴിൽ നേരത്തെയും ഇങ്ങനെ ചില വിളംബര യോഗങ്ങൾ വിവിധ മഹല്ലുകളിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പൂക്കുളത്തൂർ അങ്ങാടിയിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ വിളംബര സമ്മേളനം നടത്തിയത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് തോട്ടക്കാട് വെച്ച് നടത്തിയിട്ടുണ്ട്. കാരാപ്പറമ്പിലും ഷാപ്പിംഗ് കുന്നിലുമൊക്കെ ഇതിൻ്റെ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായൊരു വിശുദ്ധ മാസം കടന്നു വരുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിശ്വാസികളുടെ മനസ്സുകൾ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് പല രീതിയിലും മനസ്സിലാക്കാൻ സാധിക്കും. മദ്രസകളിലെല്ലാം നമ്മുടെ പിഞ്ചുമക്കൾ വിശുദ്ധ റബീഇനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലും പ്രവർത്തനത്തിലുമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു വിളംബര സമ്മേളനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് വിശ്വാസികളുടെ മനസ്സിനെ ഒന്ന് ഉണർത്തുക എന്നുള്ളതാണ്. അടുത്ത കാലങ്ങളിലായി
യുവ സഹോദരന്മാരൊക്കെ ഇഷ്ക് മജ്ലിസുകളും അതുപോലെയുള്ള സമാനമായ സംഗമങ്ങളൊക്കെ നടത്തുക വഴി പ്രവാചക സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസുകളും അവരുടെ രീതികളും സ്വഭാവ ഗുണങ്ങളുമൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയവരും അനുഭവിച്ചവരുമാണ്. ചെറുപ്പക്കാരായ എത്രയോ യുവ സഹോദരന്മാർ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ലക്ഷക്കണക്കായ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ നമുക്കറിയാം. ഇതൊക്കെ ഇങ്ങനെയുള്ള വിളംബരങ്ങളെ കൊണ്ടും ഇഷ്ക് മജ്ലിസുകളെ കൊണ്ടും നമുക്ക് ലഭ്യമായ ഗുണങ്ങളാണ്. വർഷങ്ങളായി വിപുലമായി ഓരോ വർഷവും ഒന്നിനൊന്ന് ഗുണകരമായി വിപുലമായി നമ്മുടെ മഹല്ലുകളിലെല്ലാം നബിദിന യോഗങ്ങളും മജ്ലിസുകളുമൊക്കെ നടന്നു വരികയാണ്. ഇതിനെ പൂർവോപരി ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രവാചകരോടുള്ള സ്നേഹം കൽബിൽ കൊണ്ടു നടക്കുകയും ആ പ്രവാചകരെ അനുധാവനം ചെയ്യുക വഴി പാരത്രിക മോക്ഷം കരസ്ഥമാക്കുകയും ചെയ്യാൻ ഈ സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. വളർന്നു വരുന്ന മക്കളിൽ പ്രവാചകരോടുള്ള സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുവാൻ റബീഉൽ അവ്വൽ കാരണമാവുകയാണ്. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ വീടുകളിൽ വലിയ മജ്ലിസുകൾ സംഘടിപ്പിക്കും. മൗലിദുകൾ ചൊല്ലി വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അയൽവാസികളെയും പാവങ്ങളെയും ഒക്കെ അതിലേക്ക് ക്ഷണിച്ചു വരുത്തി വലിയ സദസ്സുകൾ ഉണ്ടാക്കുന്ന ഒരു മാതൃക നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇന്നും നടന്നു വരികയാണ്. ഇത് നമ്മളൊരാഘോഷം എന്ന രീതിയിൽ മാത്രമല്ല, ഇത് എല്ലാ ആഫാത്തുകളും പ്രയാസങ്ങളും നമ്മുടെ വീടുകളിൽ നിന്ന് തട്ടിപ്പോകാനുള്ള ഒരു വഴിയാണ് എന്ന് പൂർവ്വസൂരികളാകുന്ന ആളുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അനുഭവ സാക്ഷ്യരാണ് നമ്മളെല്ലാം. ഇവിടെ പാരായണം ചെയ്യപ്പെട്ട മങ്കൂസ് മൗലിദ് മഹാനായ മഖ്ദൂമുമാരാൽ വിരചിതമായ സുപ്രസിദ്ധ ഗ്രന്ഥമാണ്. വർഷങ്ങളായി നമ്മുടെ വീടുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ മങ്കൂസ് മൗലിദ് ഓതുന്ന പതിവ് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഇതൊരുപാട് സ്വാലിഹികളും ഔലിയാക്കളുമായ ആളുകളിലൂടെ കടന്നു വന്നതാണ്. ഇന്നും ഇന്നലെയും പ്രസിദ്ധപ്പെടുത്തിയതല്ല. ഫതുഹുൽ മുഈൻ രചിച്ചിട്ടുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ആ പരമ്പരയിൽപ്പെട്ടവർ തന്നെയാണ്. ആ മഖ്ദൂമികൾ തന്നെയാണ് ഇത്തരം മൗലിദുകളും മാലകളും നമുക്ക് രചിച്ചു തന്നിട്ടുള്ളത്. ഫതുഹുൽ മുഈൻ ദർസ് നടത്തുന്നവർക്കറിയാം, ഓതിയവർക്കറിയാം. വിശുദ്ധ റമളാനിൽ വെള്ളിയാഴ്ചകളിൽ മുഹറം മാസത്തിലെല്ലാം നടമാടിയിരുന്ന വിശ്വസിച്ചു പോന്നിരുന്ന ചില അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അത് കള്ളമാണ്, അത് വിഡിത്തമാണ് എന്ന് വ്യക്തമായി ഫതുഹുൽ മുഈനിൽ വരെ മഹാന്മാരായ മഖ്ദൂമിങ്ങൾ നമ്മളെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ മഖ്ദൂമുകളാണ് ഈ മൗലിദ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മൗലിദ് ഒരുപാട് സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ അനുഭവിച്ചിട്ടുള്ള സാക്ഷ്യമാണ്. പലരുടെയും കൈകളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. അതിൻ്റെ വരികളിലെവിടെയും അനുചിതമായ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാനാകും. അതിൻ്റെ വരികളിലുള്ള അപാകതകൾ പരിശോധിക്കുന്നവർ മഹാവിഡ്ഢികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വരികളിലെവിടെയും ഒരപാകതയും ഒരാൾക്കും ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ തലനാരിയ കീറി പരിശോധിച്ച് സുഭദ്രമായ കൈകളിലൂടെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ള മഹത്തായ സംഭവ വികാസങ്ങളാണ് മങ്കൂസ് മൗലിദും ഷറഫുൽ അനാമുമെല്ലാം. ഇതൊക്കെ പാരായണം ചെയ്യുകയും ഇതിലൂടെ വലിയ ഫലപ്രാപ്തി കരസ്ഥമാക്കുകയും ചെയ്ത് അനുഭവിച്ചറിഞ്ഞ പിതാമഹന്മാരിലൂടെയാണ് നമ്മൾ ഇന്നും നമ്മുടെ നാടുകളിൽ ഇത് നടത്തി വരുന്നത്.
അതുകൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. ഈ പുണ്യമാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ മനസ്സിൽ എന്തൊന്നില്ലാത്തൊരു അനുഭൂതിയും സന്തോഷവും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ നടക്കുന്ന മജ്‌ലിസുകൾ സജീവമാകണം. എല്ലാവരുടെയും അതിലെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. നമുക്കറിയാം, ഒരല്പസമയം നമ്മൾ ഈ മജ്‌ലിസിലിരുന്നൊരല്പം മൗലിദ് ചൊല്ലിയപ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് മദീന മുനവ്വറയിലേക്ക് കടന്നു ചെന്നു. ഭൗതികമായ ജീവിതങ്ങൾക്കിടയിൽ എപ്പോഴും ഭൗതികമായ ചിന്തയാണ് നമ്മുടെ കൽബുകളിലെല്ലാം. നിസ്കാരത്തിലാണെങ്കിലും പ്രാർത്ഥനകളിലാണെങ്കിലും ഹറമിലാണെങ്കിലും കൽബെപ്പോഴും ദുനിയാവിനോടാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലകൊള്ളുന്ന നമ്മൾ ഇങ്ങനെയുള്ള മജ്‌ലിസുകളെ ഉപയോഗപ്പെടുത്തുക. പള്ളികളിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന മൗലിദിൻ്റെ സദസ്സിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കണം. വീടുകളിൽ ചെറിയ ചെറിയ തൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയുണ്ടാക്കണം. ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് അയൽവാസികൾക്കും പാവങ്ങൾക്കും വിതരണം ചെയ്യണം. ഇതൊരു പുണ്യകർമ്മമാണ്. ഇത് പൂർവീകരാൽ നമ്മുടെ നാട്ടിൽ നിലനിർത്തപ്പെട്ടതാണ്. എവിടെയും ഒരു അപാകതയില്ല. ഈ വിളംബരം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ മജ്‌ലിസിലേക്ക് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല. കാരണം നല്ല ഒരു പ്രഭാഷണം നമ്മൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കരീം ബാക്കവി ഉസ്താദിൻ്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചെറിയ ചടങ്ങിൽ സംസാരിക്കുവാനും ആശംസകൾ പറയുവാനും ഒരുപാട് ആളുകൾ നിരന്നു നിൽക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങളുടെ സമയം ഉദ്ദേശിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുതെന്ന് കരുതി എല്ലാവരും ആശംസാ പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ഈ മഹല്ലത്തിൻ്റെ മുഖ്യ കാര്യദർശിയും ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ ട്രഷററുമായ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിയാണ് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. ബഹുമാനപ്പെട്ടവരുടെ തണൽ ഉപദേശവും എപ്പോഴും ഈ സംഘടനയ്ക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. യോഗത്തിന് അദ്ദേഹം അധ്യക്ഷം വഹിക്കും. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ സംഗമത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ഈ മഹല്ലത്തിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചവടി ഉസ്താദ് അവറുകളാണ്. ഞങ്ങൾക്കൊക്കെ ഇതിന് നേതൃത്വം നൽകുകയും ഞങ്ങളുടെയൊക്കെ അവസാന വാക്കുമായി ഞങ്ങൾ കാണുന്നവരാണ്. ബഹുമാനപ്പെട്ടവർ കുറഞ്ഞ വാക്കുകളിൽ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് ബഹുമാനപ്പെട്ട കരീം ബാക്കവി ഉസ്താദ് ഒരല്പസമയം നിങ്ങളോട് മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തും. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ വൈകാതെ ആരും പ്രയാസപ്പെടാത്ത രീതിയിൽ നമുക്ക് പ്രാർത്ഥന നടത്തി സന്തോഷത്തോടെ പിരിഞ്ഞു പോകാം. ഒരുപാട് ഉസ്താദുമാർ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. വിവിധ മഹല്ലുകളിലെ പ്രതിനിധാനം ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, തോട്ടക്കാട് ഉസ്താദ് ബഷീർ ബാക്കവി, കാരാപ്പറമ്പിലെ ബഹുമാനപ്പെട്ട ജാഫർ ഫൈസി ഉസ്താദ്, അതുപോലെ വളമംഗലത്തുള്ള ഉസ്താദുമാർ, മുത്തന്നൂരിലെ ഉസ്താദുമാർ, പൂച്ചേങ്ങലിലെ മഹലിലെ ഉസ്താദുമാർ, ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാർ, എല്ലാ മഹലിനെയും ഉസ്താദുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് PC അവറുകൾ ഇവിടെയുണ്ട്. അതുപോലെ കോമുഹാജിയുണ്ട്. ഇങ്ങനെ ഒരുപാട് പൗരപ്രമുഖരും മഹല്ലിലെ കാരണവന്മാരുമൊക്കെയാണ് ഈ സദസ്സിൽ വന്നിട്ടുള്ളത് എന്നറിയാം. സമയത്തിൻ്റെ കുറവ് കൊണ്ടും പരിപാടി ദീർഘിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയാസം കൊണ്ടും എട്ടിതങ്ങളുണ്ട് ഇവിടെ, അതുപോലെ യൂനിസ് ദാരിമിയുണ്ട്. എല്ലാവരെയും ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഉസ്താദുമാർക്കും എട്ടി തങ്ങളടക്കമുള്ള എല്ലാവർക്കും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിവിധ മഹല്ലുകളിൽ നിന്ന് വന്നിട്ടുള്ള കാരണവന്മാർ, പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികൾ, മുതഅല്ലിമുകൾ, അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രൗഢമായ ഒരു സദസ്സിന് കാരണക്കാരായ ഈ പ്രദേശവാസികൾ, പൂക്കളത്തൂർ മഹലിലെ ഈ പ്രദേശത്തുള്ള ആളുകൾ,
വളരെ സജീവമായി ഇവിടെ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ അത് സ്വീകരിക്കുകയും അതിന് വേണ്ടതെല്ലാം അവരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊന്നും ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇത് പരിപാടി തുടങ്ങുമ്പോൾ ഇവിടെ വരിക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അതിനു വേണ്ടി ഓടി നടന്ന ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ഈ പുണ്യപ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കാരണക്കാരായ ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബിൻ്റെ ഷഫാഅത്തിന് യോഗ്യരാക്കി അള്ളാഹു അവരൊക്കെ മാറ്റിത്തരട്ടെ എന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിവിടെ മധുര പായസം കുടിച്ചു. അൽഹംദുലില്ലാ, അത് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഉണ്ടാക്കി തന്നതാണ്. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന ഒരമലാകണം, ആഖിറത്തിൽ ഉപകരിക്കുന്നതാവണം. ഹബീബിനോടുള്ള മഹബ്ബത്ത് കൽബിൽ നിറയാൻ കാരണമാകണം. ഈ സംഗമം വഴി ആരുടെയെങ്കിലും ഒരു കൽബിൽ ഒരു ഉൾവിളി ഈ റബീഉൽ അവ്വലിൽ ഉണ്ടായാൽ നമ്മുടെ ഈ സംഗമം ഇതിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചതെല്ലാം നമുക്ക് ലാഭമായി വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി അവറുകളോട് വളരെ വിനയപുരസ്സരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. അങ്ങനെ വന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ ഉദ്ദേശിച്ച് കൂടിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉദ്ഘാടനമുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട കരീം ദാരിമി ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ട. നമ്മുടെ തുടക്കം ഈ റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ നമ്മളെ പൂക്കളത്തൂർ ഏരിയ ഖാദി അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ അടുത്ത മാസം റബീഉൽ വരുമ്പോൾ തന്നെ ഒരുക്കം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരെയും ഒന്ന് അറിയിക്കുക. വിളംബരമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അറിയിക്കുക എന്നുള്ള നിലക്കാണ് തുടങ്ങി വെച്ചത്. നല്ല കാര്യമാണ്. അള്ളാഹു ഇത് പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കട്ടെ. ഇതിന് പങ്കെടുത്തവരും ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചോടിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ സംവിധാനത്തിൻ്റെ ട്രഷററുമായ കുഞ്ഞാപ്പ ഹാജി, ഈ അനുഗ്രഹീതമായിരിക്കുന്ന വേദിയിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച പ്രമുഖ പണ്ഡിതനും റിപ്പൻചി കോളേജിൻ്റെ പ്രിൻസിപ്പൾ കൂടിയായ അബ്ദുള്ള ദാരിമി, നമ്മളേവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മദ്ഹൂർ റസൂൽ പ്രഭാഷണം നിർവഹിക്കാൻ ഇവിടെ നേരത്തെ തന്നെ വന്നെത്തിച്ചേർന്ന പ്രമുഖ പണ്ഡിതനും വാഗ്മിയും ഈ വിനയതൻ്റെ ഉസ്താദും കൂടിയായ അബ്ദുൽ കരീം ബാക്കവി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട എ.ടി. തങ്ങൾ, തോട്ടേക്കാട് അലി മുസ്ലിയാർ, ഇങ്ങനെ സംവിധാനം രൂപപ്പെട്ടു വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ പള്ളികളിലൊക്കെ യോഗം ചേരുന്ന സന്ദർഭത്തിൽ അലി മുസ്ലിയാർ അന്ന് ആരോഗ്യപരമായി
ക്ഷീണമൊന്നുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി യോഗത്തിലേക്ക് കൊണ്ടുവന്ന് ഉസ്താദന്മാരെ സൽക്കരിച്ചത് പഴയ കാലഘട്ടങ്ങളിൽ ഓർക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ആരോഗ്യപരമായി ക്ഷീണമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക് ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, എല്ലാ വിഷയങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട PC കോമു ഹാജി, വിവിധ മഹല്ലുകളിൽ ദീനിൻ്റെ നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, അതുപോലെ വിവിധ മഹല്ലുകളിൽ ഇവിടെ എത്തിച്ചേർന്ന ദീനിൻ്റെ പ്രവർത്തകന്മായിട്ടുള്ള ആദരണീയരായ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, മുത്താലിം സുഹൃത്തുക്കൾ, സർവശക്തനായ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ വിശദമായി ഒരു ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നില്ല, അതിൻ്റെ ഒരു സമയവുമല്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ വിശുദ്ധ റമളാൻ ആസന്നമാകുന്ന, വിശുദ്ധ റബീഉൽ അവ്വൽ ആഗതമാകുന്ന സമയത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ സ്വാഗത ഭാഷണത്തിൽ ഈ സംവിധാനത്തിൻ്റെ കൺവീനർ കൂടിയായ കരീം ഫൈസി അവറുകൾ എല്ലാവരെയും കേൾപ്പിക്കുകയുണ്ടായി. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഉമ്മമാരോടും സഹോദരിമാരോടും ഭാര്യമാരോടുമൊക്കെ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആരംഭം മുതൽ അവസാനിക്കുന്നത് വരെ സ്വല്പമെങ്കിലും മൗലീദ് പാരായണങ്ങളൊക്കെ നടത്തുവാനും, മൗലീദ് പാരായണം നടക്കുന്ന സന്ദർഭത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുടുംബനാഥന്മാർ എന്തെങ്കിലുമൊക്കെ ചീരണിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന രീതികളൊക്കെ സ്വീകരിക്കണം. അതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നൊരു വലിയ പൈതൃകവും വലിയ ഒരു നന്മയുമൊക്കെയായിരുന്നു. ഇന്ന് പലപ്പോഴും പല സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതിൻ്റെ പേരിൽ അങ്ങനെയുള്ള നന്മകളൊക്കെ അന്യം നിന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് വീടകങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പരിപൂർണമായി നടത്തുവാനും, നമ്മൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വീട്ടിലുള്ള ഉമ്മമാർക്കും സഹോദരിമാർക്കും ഈ വിഷയത്തിൽ പരിപൂർണമായിരിക്കുന്ന സപ്പോർട്ട് കൊടുത്ത് പ്രചോദനം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അഴ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. വിശുദ്ധ ഖുർആനിലെ പരിശുദ്ധമായ സൂക്തം മോദി ഈ അനുഗ്രഹീതമായ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി കൊണ്ട് അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, വിശിഷ്യ വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, സദസ്സിലിരിക്കുന്ന കാരണവന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1 മണിക്കൂർ എന്ന് ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളോട് സ്വാഗതത്തിലും പറഞ്ഞല്ലോ. അപ്പോൾ 1 മണിക്കൂർ സമയം ഞാനും നിങ്ങളും ഇതിന് വിധിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ ദുഴയത്രേ, അത് കഴിഞ്ഞാൽ പോകുകയും ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് എപ്പോൾ അവസാനിക്കും എന്ന് ഒരാശങ്ക വേണ്ടെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഏതാണ്ട് നമ്മൾ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ പോയി കിടക്കാനുള്ള സൗകര്യം സംഘാടകർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമുക്കിടയിൽ പരസ്പരം പറയുന്നത് ബർക്കത്തിന് വേണ്ടിയാണ്. ബർക്കത്തിന് വേണ്ടിയിട്ട് പറയുന്നവനും ബർക്കത്ത് കിട്ടും, കേൾക്കുന്നവർക്കും ബർക്കത്ത് കിട്ടും. അള്ളാഹു നമുക്കത് നൽകട്ടെ. മഹാന്മാരായ സ്വഹാബികളാണ് റസൂലുള്ളാഹിനെ കണ്ടവർ. നമ്മളൊന്നും കണ്ടിട്ടില്ല. റസൂലുള്ളാഹിനെ കണ്ടവർ സ്വഹാബികളാണ്. സ്വഹാബികളുടെ പുണ്യം റസൂലുള്ളാഹിനെ കണ്ടു എന്നത് തന്നെയാണ്. സൂറത്തു തൗബയിൽ 100-ാമത് വാക്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. സ്വഹാബികളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പരസ്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സംഗതിയാണത്. ഈ ആയത്ത് ഓതിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി പോയിട്ടുള്ളത്. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി പോയിട്ടുള്ളത്. ഈ ആയത്ത് ഓതിയിട്ടാണ് ലക്ഷത്തിലധികം വരുന്ന സ്വഹാബികളൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർ ചെയ്ത അമലിൻ്റെ ഫലം ഭൂമി ലോകത്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഭൂമി ലോകത്തെ ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണമല്ലോ. നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു പരീക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ച് സൗകര്യങ്ങളൊക്കെ തന്ന് എല്ലാ നിലയിലും ഹിദായത്തും കൂടി ലഭിച്ചു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്നതാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഗുണവും നമ്മുടെ മഹത്വവും. ഇതൊക്കെ ലഭിച്ച് 5 നേരം നിസ്കരിച്ച് റമദാനിൽ നോമ്പനുഷ്ഠിച്ച് സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് സത്യത്തിൽ നമുക്കറിയില്ല. ഈ ഇരിക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൻ്റെ റിസൾട്ട് എന്താ? ഇല്ല, എനിക്കും പറയാൻ പറ്റൂല. റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസൾട്ട് അവർക്ക് കിട്ടി. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ സ്വർഗത്തിലാണ് എന്നതാണ്. ആ തൃപ്തിപ്പെടൽ ഭൂമി ലോകത്ത് അല്ല. കാരണം സ്വഹാബികൾ അത്ര സുഖമായി ജീവിച്ചു എന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഇല്ല, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചു എന്ന് പറയുമ്പോൾ ഭൗതികമായ ലോകത്ത് ദുനിയാവിൽ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരാണ് സ്വഹാബികളിൽ പലരും. ഖന്തഖ് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. അത് കുഴിച്ചെടുക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് മനപ്പാടല്ലേ. കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വഹാബികൾ വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കിളക്കുന്നത്. അതൊരു സേവനാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ, പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ സേവനായിട്ടാണ്. വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയിരുന്ന ആളുകൾ വൈകുന്നേരം വന്ന് കല്ലും മണ്ണും ചുമന്ന പഴയ കാലത്ത് പള്ളി ഉണ്ടാക്കുന്നത് കോൺട്രാക്ടർമാരുണ്ടാക്കിയല്ല. പുരാതന കാലത്തെ പള്ളികളൊക്കെ അങ്ങനെയാണ്. ഈ സ്വഹാബികളിൽ ഒരു വയറ്റിൽ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ട് കിളക്കേണ്ടി വന്നത് അവരുടെ നടു നിവർത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. വിശപ്പ് കാരണം വളഞ്ഞു പോയിട്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കല്ല് വെച്ച് കെട്ടിയിട്ടായിരുന്നു കിളച്ചിരുന്നത്. നോക്കി നിൽക്കല്ല, കൂടെ കിളക്കാൻ തയ്യാറായിരുന്നു. ഇതൊരു വിശപ്പിൻ്റെ വല്ലാത്ത കാഠിന്യം അനുഭവിച്ചുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രഗത്ഭ വ്യക്തിയായിക്കൊണ്ട് പരാമർശിക്കപ്പെടുന്നത്, അംഗീകരിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. നട്ടുച്ചക്ക് സാധാരണ അറബികൾ പുറത്തിറങ്ങാറില്ല. അപ്പോഴും അന്നുമില്ല, ഇന്നുമില്ല.
ഉച്ച സമയത്ത് പുറത്തിറങ്ങുന്ന സ്വഭാവം അറബ് നാടുകളിൽ വിരളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. അസമയം എന്നാണ് നട്ടുച്ചയെ സംബന്ധിച്ച് അന്നും ഇന്നും അറബ് നാട്ടിൽ പ്രയോഗിക്കുക. അസമയത്ത് പുറത്തിറങ്ങുക, സമയത്തല്ല. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഉച്ചക്ക് പുറത്തിറങ്ങൽ അപൂർവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി നടന്നു നട്ടുച്ചക്ക്. കുറച്ച് ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. പിന്നെ രണ്ടാളും കൂടിയായി നടക്കലേ. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കിട്ടി. ഇപ്പം മൂന്നാളായി. ഈ മൂന്നാളും അസമയത്ത് അഥവാ അറബ് നാട്ടിലെ അസമയത്ത് നട്ടുച്ചക്ക് പുറത്തിറങ്ങിയത് ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലാണ്. മൂന്നാളും പുറത്തിറങ്ങാൻ കാരണം ഒന്നാണ്. എന്നത് പറഞ്ഞുറപ്പിച്ച് നാളെ ഞാൻ നേരത്തെ ഇറങ്ങട്ടോ എന്ന് പറഞ്ഞിറങ്ങിയതല്ല, തികച്ചും യാദൃച്ഛികം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അനുഭവിച്ച പ്രയാസത്തിന് പരിഹാരം തേടി ഇറങ്ങിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ പരിഹാരം തേടി ഇറങ്ങിയതാണ്. മൂന്നാളും അടുത്തെത്തിയപ്പോൾ എന്തേ ഈ നേരത്ത് എന്ന് പരസ്പരം ചോദിച്ചപ്പോൾ മൂന്നാൾക്കും പറയാനുള്ളത് ഒരു കാരണം, നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാത്ത കാരണം. മൂന്നാൾക്കുള്ള പ്രശ്നം വിശപ്പാണ്. വിശപ്പിന് പരിഹാരം തേടിയാണ് ഈ മൂന്നാളും ഇറങ്ങിയിട്ടുള്ളത്. വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പ് അനുഭവിച്ച ഒരാളും ഈ സദസ്സിലിരിക്കണില്ല. പല കാരണന്മാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല, വിശപ്പ് അനുഭവിച്ചവരില്ല. എന്നാ റമദാനിൽ നോൻപോൽക്കില്ലേ, അതൊരു വിശപ്പായി പറയാൻ പറ്റൂല. നമ്മൾ വിശപ്പ് അറിഞ്ഞിട്ടില്ലല്ലോ. വിശപ്പറിയണമെങ്കിൽ 2-3 ദിവസമൊക്കെ ഭക്ഷണം കിട്ടാതെ പോകണം. അപ്പോഴേ വിശപ്പ് എന്താണെന്ന് അറിയുള്ളൂ. ഇത് 2:45, 3:45, 4 മണിക്കൊക്കെ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ 6:30 അങ്ങനെ കാത്തുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏതാനും മണിക്കൂർ വളരെ സൗകര്യപ്രദമായ സ്ഥലത്ത് സൗകര്യത്തിലിരുന്ന് വെല്ലം ഇങ്ങനെയാണ് മണിക്കൂർ നിൽക്കുക. ഇതല്ലേ നമ്മളെ റമദാൻ. ഞാൻ കുറ്റപ്പെടുത്തല്ല. വിശപ്പ് എന്താണെന്ന് അനുഭവിക്കാനുള്ള യോഗം നമുക്ക് ഇല്ല എന്നർത്ഥം. ആ വിശപ്പ് അനുഭവിച്ചവരാണ് സ്വഹാബികൾ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞത് എനിക്കൊരു വസ്ത്രം ലഭിച്ചപ്പോഴാണ്. ഒരു ഇമാമും നീനും കുട്ടിയാണ്, എന്നാലും ഖുർആൻ മനപ്പാടം കുറേ ഉണ്ടായതുകൊണ്ട് ഇമാമ് നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ട് പലർക്കും പ്രയാസം തോന്നിയപ്പോൾ അദ്ദേഹത്തിനൊരു വസ്ത്രം കൊടുത്തു. വലിയ സന്തോഷമായിട്ട് ഇപ്പോൾ പിൽക്കാലത്ത് പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് ഒരു തുണിയിട്ടേതാണ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ക്ഷാമം, വസ്ത്രത്തിന് ക്ഷാമം. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ തൃപ്തി അല്ല, ആഖിറത്തിലെ തൃപ്തിയാണ്, ആഖിറത്തിലെ സന്തോഷമാണ്. ആ സന്തോഷം അവർക്ക് കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ ന്യായം, അവർ നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, സക്കാത്ത് കൊടുത്തു എന്നതല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചു എന്നതും, ജീവിച്ച എല്ലാവർക്കും ഒപ്പം കിട്ടിയിട്ടില്ലല്ലോ. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച എല്ലാവർക്കും ഈ നേട്ടം കൈവരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓതി വെച്ചല്ലോ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയേ, റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ലെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ള സംസാരിക്കുന്നതിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിച്ചപ്പോൾ അദബാണ് പഠിപ്പിക്കുന്നത്, മര്യാദ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅളികും ലിബഅൾ,
നിങ്ങൾ പരസ്പരം സംബോധനം ചെയ്യുന്നത് പോലെ വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹിനെ വിളിക്കാനും പാടില്ല. അന്തഹ്ബത അഅ്മാലുകും, അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ മര്യാദ അല്ലാതെ അദബില്ലാതെ ഉച്ചത്തിൽ സംസാരിച്ചാൽ, നേരെ പേരെടുത്ത് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ അതിൻ്റെ പരിണതി, അതിൻ്റെ ഫലം അന്തഹ്ബത അഅ്മാലുകും, നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന. കള്ളുകുടിക്കരുതെന്ന് പറഞ്ഞ ഖുർആൻ, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞ ഖുർആൻ, ഈ വക ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ പഠിപ്പിച്ച ഖുർആൻ തന്നെ ഒരാൾ വ്യഭിചരിച്ചത് കാരണമായി, കള്ളുകുടിച്ചത് കാരണമായി കഴിഞ്ഞ കാലഘട്ടത്തിലെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് അനിഷ്ടകരമാകുന്ന രീതിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവൻ്റെ മുൻകാല ചെയ്തികളിൽ വരുന്ന സൽക്കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഖുർആൻ തുറന്നു പറഞ്ഞു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അയാൾക്കൊരു പ്രകൃതമായ ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, മൊബൈലൊക്കെ കാര്യം വർത്താനം പറയണത്, പക്ഷെ പറയണ കേട്ടാൽ സ്വകാര്യം പറയേണ്ടതൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കും. ചെവി പതുക്കുള്ള ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് കേൾക്കൂല, അതേസമയം ഇങ്ങനെ തന്നെ വേറുള്ള ഇത് മനസ്സിലാക്കി ഉച്ചത്തിൽ സംസാരിക്കും. സാബിത്ത് ബിൻ ഖൈസിന്റെ പ്രകൃതം ഉച്ചത്തിൽ വർത്താനം പറയലാണ്. എവിടെയാണെങ്കിലും ഇവർ ഉറക്കണ വർത്താനം പറയും. അങ്ങനെ ഒരു ശൈലിയാണ്, അങ്ങനെ ഒരു പ്രകൃതമാണ്. ഈ പ്രകൃതവുമാകിക്കൊണ്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ പലപ്പോഴും വന്നിരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം പലപ്പോഴും ഉയർന്നു പോകാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഖുർആനിലെ ഈ ആയത്തിറങ്ങിയപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അകന്നുപോയി. പിന്നെ ഇപ്പോൾ റസൂലുള്ളാഹിന്റെ സദസ്സിക്കില്ല. കുറച്ച് ദിവസം ഇങ്ങനെ കാണാഞ്ഞപ്പോൾ നബി സ്വകാര്യമായിട്ട് ചോദിച്ചു, അല്ല സാബിത്ത് എവിടെ പോയി? കുറേ ദിവസം എല്ലാം കണ്ടിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ട് താമസിക്കുന്ന ആൾ പറഞ്ഞു, നബി എൻ്റെ അയൽവാസിയാണ്, രോഗമൊന്നുമില്ല. രോഗം ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ, രോഗമൊന്നുമില്ല. ഏതായാലും അദ്ദേഹത്തെ റസൂലുള്ള അന്വേഷിച്ചു എന്ന കാര്യം മറ്റു സഹാബികൾ ചെന്ന് പറഞ്ഞു. നിങ്ങൾ റസൂലുള്ള അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ ചെല്ലായിട്ട് പറയുന്നുണ്ട് എന്നാണ്. ഇത് കേട്ടപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഫിന്നഹിലിന്നാർ, ഞാൻ നരകത്ത് പോയി മനുഷ്യന്മാരെ, ഞാൻ നരകത്ത് പെട്ടുപോയി, എനിക്കിനി രക്ഷല്ല. അതുകൊണ്ട് തന്നെ പേടിയായിട്ട് വീടിനകത്തിരിക്കുക, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല, എനിക്ക് പേടിയാ. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അല്ലാഹു പറഞ്ഞിട്ടില്ലലാ തർഫഉ അസ്വാത്തകും ഫൗക സൗത്തിൻ നബിയ്യി, റസൂലുള്ളാഹിന്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്താൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? എൻ്റെ ഒച്ച എത്രയാണ് നബിൻ്റെ ഉപരി പൊന്തിക്കുന്നത്, എനിക്കൊന്നും ബാക്കിയുണ്ടാവൂല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ വേവലാതി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് സ്വഹാബികൾ പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസിന്റെ പ്രശ്നം ഇതാണ്. റസൂൽ അവിടെ വെച്ച് സാക്ഷ്യം വഹിച്ചു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്. സാബിത്ത് നരകാവകാശിയല്ല, സാബിത്ത് സ്വർഗാവകാശിയാണ്. ഞാനിത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബികൾ കണ്ടിരുന്ന രീതി അങ്ങനെയായിരുന്നു. അവർ വെറുതെ അള്ളാഹിൻ്റെ പൊരുത്തം നേടിയവർ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് അവരുടെ മഹത്വം. ആ മഹത്വം തന്നെയാണ് വിശ്വാസിയുടെയും മഹത്വം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിനെ തന്നു എന്നുള്ളത് തന്നെയാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഈമാൻ ലഭിച്ചതിൻ്റെ ഏറ്റവും വലിയ ഫളല് അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ ഉമ്മത്തിന് കിട്ടി എന്നത് തന്നെയാ. ഖലീലുല്ലാഹി ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും. വജ്അൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. അവസാന കാലക്കാരിൽ എന്നെ സ്മരിക്കുന്നവരെനിക്ക് വേണ്ടി നിശ്ചയിക്കണം. ആരാണത്? ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത്. എന്തേ ഇബ്രാഹിം നബിക്ക് ഇപ്പോൾ നമ്മളെത്ര പ്രത്യേകതയായ കാരണം? നമ്മൾ ഇബ്രാഹിം നബിനെ ഓർക്കണം എന്ന് അള്ളാഹിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയാ. ആ ദുആ അള്ളാഹ് കബൂലാക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഇബ്രാഹിം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ പിതാവായി പറഞ്ഞു. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ നിങ്ങളെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ്. ഇബ്രാഹിം നബി നമ്മളാരാ? വാപ്പേണെന്ന് അള്ള പറഞ്ഞു. ഇബ്രാഹിം നബി വാപ്പേ നിങ്ങളെ. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗം എന്ന അള്ളാഹു പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തഹിയ്യാത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ. എന്താ അലാ മൂസ എന്ന് പറഞ്ഞാൽ? അള്ളാഹു നബി തന്നെയല്ലേ. അലാ ഈസ പറയണില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും. അത് ശരി, നമ്മൾ അവർക്കിടയിൽ വേർതിരിവ് കൽപ്പിക്കാനൊന്നുമില്ല. മൂസാ നബിയെ സ്വീകരിക്കാനും ഈസ നബിയെ സ്വീകരിക്കാനും മുഹമ്മദ് നബിയെ സ്വീകരിക്കാനും സാധ്യമായ ഒരൊറ്റ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് മാത്രമാണ്. ജൂതന്മാർക്ക് ഈസാ നബിയെ കണ്ടുകൂടാ, ജൂതന്മാർക്ക് മുഹമ്മദ് നബിയെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികൾക്ക് മൂസാ നബി മുഹമ്മദ് നബിയെ കണ്ടുകൂടാ. ഞമ്മക്കോ ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം ബഹുമാനത്തോടുകൂടെയാ പറയുന്നത്, ബഹുമാനത്തോടുകൂടെ. അതേസമയം ഇബ്രാഹിം നബിയോട് ഇവരൊക്കെ മുമ്പ് പോയതല്ലേ ഇബ്രാഹിം നബി അല്ലേ? മൂസാ നബിയുടെയും ഈസാ നബിയുടെയൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുമായി കൊണ്ട് ഈ ഉമ്മത്തിന് ഇത്ര വലിയ ബന്ധമുണ്ടാകാനുള്ള കാരണം ഈ സമുദായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നത് തന്നെയാണ്. ആ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ശ്രേഷ്ഠതയോ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പ്രവാചകന്മാർ അല്ലാഹു അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നോട് ചേർത്തി പിടിച്ച നാമം മുഹമ്മദ് എന്ന് തന്നെയാണ്. വല്ലമ്മല്ലിലാഹു സ്മൻ നബിയിലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. എല്ലാ ബാങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ എന്ത് പറയണം? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 5 നേരം വിളിച്ചു പറയണം. ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ ഷഹാദത്തൈനി ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ, അള്ളാഹനെ മാത്രം അംഗീകരിച്ചാൽ മുസ്ലിം ആകില്ല. അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അംഗീകരിക്കണം. 5 നേരത്തെ ബാങ്ക് വിളിക്കുന്ന ആൾ വിളിച്ചു പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തപ്പെട്ട പേരായി പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ഈ നബിക്കും പേരെടുത്തു വെച്ചത്. അർശിൻ്റെ ഉടമയായ അല്ലാഹു മഹ്മൂദാണെങ്കിൽ ഈ പ്രവാചകൻ മുഹമ്മദാണ്. റസൂലുള്ളാഹിക്ക് മൗലൂദ് ഓതാനായിട്ടൊരു സഹാബി ഉണ്ടായിരുന്നല്ല, പേരറിയോ? റസൂലുള്ളാഹിക്ക് മൗലൂദ് ഓതാനായിട്ടൊരു സഹാബി. എന്താ ഈ മൗലൂദ് ഓതുക പറഞ്ഞാൽ? റസൂലുള്ളാഹിനെ കുറിച്ച് ബൈത്തല്ല അല്ലേ? അശ്റഖൽ ബദറു അലൈനാ അല്ലേ? ബൈത്തങ്ങനെ ചെല്ല. ഇതന്നെയുള്ള മൗലൂദ്. ഈ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളുണ്ടായിരുന്നല്ലോ. വഅഹ്സന മിൻക ലം തറഖത്തു ഐനി
وأجمل منك لم تلد النساء. ഇത് പറഞ്ഞത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ഒരു കണ്ണും നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടില്ല നബിയെ. റസൂലുള്ളാഹി എല്ലാറ്റിലും സമ്പൂർണനാണ്, ചോർക്കിലും സമ്പൂർണനാണ്. ഭംഗിയുടെ കാര്യത്തിൽ റസൂലുള്ളാഹിനെ കവച്ചു വെക്കാൻ ഒരാളും ജീവിച്ചിരുന്നിട്ടില്ല. അത്ര സൗന്ദര്യം നിറഞ്ഞതാണ്. وأجمل منك لم تلد النساء. നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ലെന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പോരാ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഒരു ന്യൂനതയും നിങ്ങളെക്കുറിച്ച് പറയാനില്ലല്ലോ. റസൂലുള്ളാഹിക്ക് ഒരു ന്യൂനത ശാരീരികമായി മറ്റെന്തെങ്കിലും നിലക്ക് ഇല്ല. റസൂലുള്ളാഹിന്റെ ജീവിതം പഠിച്ച പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ശത്രുക്കളുമുണ്ട്, മിത്രങ്ങളുമുണ്ട്. നമ്മൾ പഠിച്ചതിലേറെ വേറൊരു പഠിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനെ. സിയോണിസ്റ്റുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ വിലയിരുത്തിയ ഈ ഭാഗം ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. റസൂലുള്ളാഹിനെ പഠിക്കുക തന്നെയാണ് അവർ ചെയ്തത്. ആ രീതിയിൽ റസൂൽ കേരളത്തിൽ ജോസഫ് ഇടമറുക് എന്ന് പറഞ്ഞ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നല്ലോ പഴയ കാലഘട്ടത്തിൽ. റസൂലുള്ളാഹിനെ കുറിച്ച് അയാൾ നിരന്തരം പഠിച്ചു, ധാരാളം പഠിച്ചു. പഠിച്ച അവസാനം അയാൾ പറഞ്ഞു ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് അയാൾ എഴുതി. അത് എഴുതിയ ആ പെന്നുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതി, എന്നാലും അക്കാലത്ത് അടുക്കും ചിട്ടയുമുള്ള ജീവിതം മുഹമ്മദിനുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം എന്തേ പാർക്കാൻ മോശം? മാനസിക രോഗം ഉണ്ടാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ഇല്ല, അടുക്കും ചിട്ടയും പോകുകയല്ലേ. അക്കാലഘട്ടത്തിൽ അടുക്കും ചിട്ടയുമുള്ള ജീവിതം ഉണ്ടായിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണെന്ന് യുക്തിവാദികളുടെ നേതാവ് പറയേണ്ടി വന്നു. എന്നുവെച്ചാൽ പഠിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ മൗലൂദ് മൂപ്പരും ഓതേണ്ടി വന്നു എന്നർത്ഥം. അപ്പോൾ സ്വഹാബികളുടെ ഏറ്റവും വലിയ നേട്ടമായി കൊണ്ട് കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരണീയമായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ പോരിശ? നിങ്ങൾ പറഞ്ഞു തരി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പോരിശ എന്താ? മഹാനാന്ന് പറയും. എന്തുകൊണ്ട് മഹാൻ? ഞാൻ പറയണു നിങ്ങളൊന്നും നിസ്കരിച്ച അത്ര ഇബ്രാഹിം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല. ഇല്ല, ഈ ഇരിക്കണം നിങ്ങൾ നിസ്കരിച്ച അത്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ടാവില്ല. കാരണം മൂപ്പര് ഇസ്ലാമിക്ക് വരുമ്പോൾ എത്ര വയസ്സുണ്ട്? ഞാൻ ചെറുതാക്കാൻ പറയുന്നതല്ല കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി പറയണതാണ്. 38 വയസ്സുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ. 38 വയസ്സ്. 63 വയസ്സിൽ വഫാത്താകുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ എത്ര പേരായിട്ട് കിട്ടിയത്? 63 വയസ്സിൽ വഫാത്താവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ എത്ര കിട്ടി? ഇനി പറയും. ഈ 38 നിന്ന് 63ക്കുള്ള ദൂരത്തരെ 25 കൊല്ലം അല്ലേ? 25 കൊല്ലത്തെ തറാവീഹ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? 10 കൊല്ലക്കാലം റമദാനിൽ നോമ്പുണ്ടായിട്ടില്ല. ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നിസ്കാരത്തിൻ്റെ മഹത്വം അല്ല മഹാനുഭാവന് ഉന്നതിയിലേക്ക് എത്തിച്ചത്. നോമ്പിൻ്റെ കാര്യമല്ല, നേരെ മറിച്ച് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വായിച്ച രണ്ടാമതൊരു വ്യക്തി ആ കാലഘട്ടത്തിലില്ലായിരുന്നു. റസൂലുള്ളാഹിനെ അത്ര ഉൾക്കൊണ്ട ഒരാൾ ഇല്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. ഈ സൂറത്തിറങ്ങി അള്ളാഹിൻ്റെ സഹായം വന്നു, ജനങ്ങളൊക്കെ പാടെ കൂട്ടമായി ദീനിലേക്ക് വരിക. വലിയ സന്തോഷമുള്ള വരാ.
ഇതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലെ മിമ്പറിൽ കയറി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അള്ളാഹു തൻ്റെ ഒരടിമക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ അധികാരം കൊടുത്തു. വേണമെങ്കിൽ ദുനിയാവിൽ ഇനിയും ജീവിച്ചു പോകാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഔന്നിത്യം തെരഞ്ഞെടുക്കാം. അടിമ എന്ന് റസൂലുള്ള പറഞ്ഞു. ഒരടിമക്ക് അള്ളാഹു അങ്ങനെ പെർമിറ്റ് കൊടുത്തു. അടിമ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുട്ടികളെപ്പോലെ വിതുമ്പി കരയാ. 4 ഓറല്ലൊക്കെ നോക്കി, എന്തിത്താ പയ്യാക്ക്, എന്തേ പിന്നെ റസൂലുള്ള പറഞ്ഞു? ഒരടിമക്ക് അള്ളാഹു താല ഇഷ്ടം പ്രവർത്തിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ദുനിയാവിൽ കുറച്ചാലോടെയും പോകാം, അല്ലെങ്കിലോ അള്ളാഹിൻ്റെ അടുത്തേക്കാണ്ട് നീങ്ങാം. അപ്പോൾ സ്ഥാനം നിങ്ങൾക്ക് വേറെ കിട്ടാണ്ട് ഏതാ കൊണ്ട് തിരഞ്ഞെടുത്തോളി. അടിമ അള്ളാഹിനെ തിരഞ്ഞെടുത്തു എന്നാണ്. ഇത് കേട്ടപ്പോ സ്വഹാബികൾക്ക് കാര്യം പിടികിട്ടിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി. അത്ഭുതത്തോടെ അവർ അന്വേഷിച്ചു, എന്തിനാ സിദ്ദീഖേ കരയുന്നത്? സിദ്ദീഖ് പറഞ്ഞു, ആ അടിമ അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ അടിമ അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂൽ ഇനി കൂടുതൽ കാലം നമുക്കിടയിൽ ഇല്ല എന്നതിൻ്റെ സൂചനയാണ് ആ പറഞ്ഞത്. ഏറെ വൈകാതെ റസൂൽ രോഗിയായി, വൈകാതെ വഫാത്താവുകയും ചെയ്തു. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഹിജ്റ പോകുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് നട്ടുച്ച സമയത്ത് റസൂലുള്ളാഹിക്ക് വരവുണ്ട്. നേരത്തെ പറഞ്ഞമാതിരി നട്ടുച്ചക്ക്, സാധാരണ പുറത്തിറങ്ങാത്ത നേരത്തെ. ആ സമയത്ത് വരുന്ന റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സിദ്ദീഖ് പതറി. എന്താ ഈ നേരത്തെ പടച്ചോനെ? വന്നുകാണ്ട് ചോദിച്ചു, അല്ല വീട്ടിൻ്റെ ഉള്ളിൽ പുറത്താരേലും ഉണ്ടോ ചോദിച്ചു. അയലോക്കാരാരേലും ഉണ്ടോ എന്നാ ചോദിക്കണ്. സ്വകാര്യം പറയാനാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ പുറത്താരുമില്ല. എന്നാൽ എന്നോട് ഹിജ്റ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു വാഹനം വേണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ആവശ്യപ്പെട്ടു. ഹിജ്റ പോകുന്നത് മദീനത്തേക്കാണ്, യസ്രിബിലേക്കാണ്. അക്കാലത്ത് യസ്രിബ് എന്ന പേരാണ് മദീനക്കുള്ളത്. അങ്ങോട്ട് പോകാൻ എനിക്കൊരു ഒട്ടകം വേണം, ഇത് പറയാൻ വേണ്ടിയാ വന്നത്. സിദ്ദീഖ് ചോദിച്ചു, നബിയെ ഞാനും വരട്ടെ? നിങ്ങളും പോരണം, നിങ്ങൾക്കും പെർമിറ്റ് ഉണ്ട്, നമ്മൾ രണ്ടാളും കൂടിയാ പോകേണ്ടത്. 2 വാഹനം മാസങ്ങളായിട്ട് ഞാൻ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ഈ യാത്രക്ക് വേണ്ടി എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. എന്നെങ്കിലും ഒരിക്കൽ റസൂലുള്ളാഹിക്ക് യാത്ര പോകാനുള്ള അവസരം ലഭിച്ചാൽ അന്ന് ഉപയോഗിക്കാൻ വേണ്ടി വാഹനം വാങ്ങി കാത്തിരിക്കുന്ന അനുയായിയുടെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചു മക്ക വിജയത്തിൻ്റെ അന്ന്. അബൂ ഖുഹാഫ എന്ന് പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വാപ്പ ഇസ്ലാം സ്വീകരിച്ചു. വലിയ സന്തോഷം. സിദ്ദീഖ് റളിയല്ലാഹുവിന് വലിയ വാപ്പ ഇസ്ലാം സ്വീകരിച്ചു പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണല്ലോ. ആ സന്തോഷം പങ്കിട്ട് റസൂലുള്ളാഹിൻ്റെ അരികിൽ ഇരുന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ എൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുള്ളേറെ എനിക്കിഷ്ടം അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കലാണ്. അതെന്താ അങ്ങനെ ചോദിച്ചു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിലേറെ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കലല്ലേ? അതങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബിൽ നിന്നും ഏറ്റെടുത്ത് കാക്കക്കും കഴുകനും കൊടുക്കാതെ കാത്തുവെച്ച വിജുഗീഷുവിൻ്റെ പേരാണ് അബൂ ത്വാലിബ്. ആ കുടുംബബലം കൊണ്ട് മാത്രം ജീവിച്ചു റസൂലുള്ള ഒരു ഘട്ടത്തിൽ. അബൂ ത്വാലിബ് എന്ന മക്കയിലെ കാരണവരുടെ നേതൃത്വത്തിൽ, ആ കാരണവരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്നത്. ആ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കലാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുക എന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിലേറെ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിലെന്നാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. കാരണം
എനിക്കിഷ്ടം എൻ്റെ തൃപ്തിയേക്കാളപ്പുറം അങ്ങയുടെ തൃപ്തിയാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഒന്നാമനായി റസൂലുള്ള എണ്ണിയ ആള്. 10 സ്വർഗാവകാശികൾ എണ്ണിയപ്പോൾ ആദ്യം എണ്ണിയതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ആത്മമിത്രമുണ്ടാകും. എൻ്റെ ആത്മമിത്രം അബൂബക്കറാണെന്ന് റസൂലുള്ള പറഞ്ഞു. എന്തൊക്കെ മദ്ഹ് റസൂലുള്ള സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഫാത്തിനോടനുബന്ധിച്ച് എല്ലാ വാതിലുകളും അടക്കാൻ പറഞ്ഞപ്പോഴും ഒരു വാതിൽ തുറന്നിടാൻ പറഞ്ഞു. ആ വാതിൽ ആർക്ക് വരാനുള്ളതാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു വരാനുള്ളതാ. അത് അടക്കരുതേ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഒരു വലിയ മഹത്വത്തിലേക്ക് എത്തിയത് ഹബീബായ റസൂലുള്ളാഹിനെ നെഞ്ചേറ്റി എന്ന ഒറ്റ കാരണത്താലാണ്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കിട്ടിയിട്ട് സ്വീകരിക്കാതെ അവജ്ഞയോട് കൂടെ റസൂലുള്ളാഹിനെ മാറ്റി നിർത്തിയതിൻ്റെ പരിണതി അനുഭവിച്ച ഒരാളെയും ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്താപ്പാ 2 വരി സൂറത്തിലുള്ളത്? ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് ഒരു നരകത്തിലാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത്. തബ്ബത്തിൻ്റെ ഇതിൽ വേറെ എന്താ പറയുള്ളത്? നിക്കേശനം തബ്ബത്തിലില്ല, നോൽമ്പ് വെൽക്കണമെന്നും തബ്ബത്തിലില്ല, സക്കാത്ത് കൊടുക്കണമെന്നും തബ്ബത്തിലില്ല, ഒന്നും പറയണില്ല. ഒരു കാര്യവും പരാമർശിക്കേണ്ട തബ്ബത്തിൽ. ആകെ പറയണത് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു നരകത്തിലാണ്. ഇത് പറയുന്നത് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. പ്രിയപ്പെട്ടവരെ, അബൂലഹബ് മക്കയിലെ പ്രധാനിയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അബൂലഹബ് അത്ര മോശക്കാരനൊന്നല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ കാവൽക്കാരനും ആ കഅബാലയത്തിൻ്റെ സംരക്ഷകനുമാറിയപ്പെട്ട കാരണവർ. ഈ ഉമ്മത്തിനൊരു കാരണവന്മാരുടെ ശൃംഖല തേടി പുറകോട്ട് പോയാൽ എത്തി നിൽക്കുന്ന പേര് അബ്ദുൽ മുത്തലിബാണ്. ഈ മുത്തവല്ലികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ മുത്തവല്ലിമാർ അല്ലേ? മഹല്ലിലും പള്ളിക്കൊക്കെ മുത്തവല്ലിമാരുണ്ടായിരുന്നു. ആ മുത്തവല്ലിമാരെങ്ങനെ മേപ്പെട്ട് പോയി തപ്പി വയ്ക്കുക. കഅബാലയത്തിൻ്റെ മുത്തവല്ലി എന്നാര്? അബ്ദുൽ മുത്തലിബ്. ചരിത്രം പറയാൻ നേരല്ല. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അബൂലഹബ്. ആ മനുഷ്യൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ അല്ല പേര്. പക്ഷെ നാട്ടുകാർ വിളിച്ചത് അബൂലഹബ് എന്ന. ലഹബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്വാല എന്നാണ്. ജ്വാല, തീ ഇങ്ങനെ കത്തുമ്പോൾ അതിൻ്റെ ആളി കത്തുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അതിനാണ് ജ്വാല എന്ന് പറയാം. അബൂലഹബ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന മുഖമുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അയാളെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഇങ്ങനെ തീ കത്തണ മാറിയിരുന്നു. അത്ര മഹത്വം തോന്നിയിരുന്ന അയാളെ മുഖത്തേക്ക് നോക്കിയ അജാതി ഒരു പറമാണി. മക്കയിൽ സാധാരണക്കാർക്കിടയിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന സാധാരണക്കാർക്കിടയിൽ, ആ കാലഘട്ടത്തിലെ തറവാടിയായ സാധാരണക്കാർക്കിടയിൽ, ആ നാട്ടിലെ വർത്തക പ്രമുഖനായ വ്യാപാര പ്രമുഖനായ അബൂലഹബ്. അബൂലഹബ് സത്യത്തിൽ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇല്ല, അയാൾ വേറെ വലിയ കണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നിങ്ങളെന്തായി പറയണത്? അബൂലഹബ് കള്ളുടിച്ച കഥയും ചീട്ടളിച്ച അതൊന്നുമല്ല. അബൂലഹബ് ചെയ്ത പരാക്രമം എന്താ? റസൂലുള്ളാഹിനെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക പ്രവാചകത്വം റസൂലുള്ള പറയുന്നതിൻ്റെ വിളംബരം ചെയ്യുന്നതിന് മുമ്പ് 2 പെൺകുട്ടികളെ കെട്ടിച്ചിരുന്നു. ഉമ്മു കുൽസൂം, റുഖയ്യ. റസൂലുള്ള 25-ാമത്തെ വയസ്സിൽ പെണ്ണെട്ടിക്കണം. റസൂലുള്ള 25-ാമത്തെ വയസ്സിൽ പെണ്ണെട്ടിക്കണം, മറക്കണ്ട. 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ എത്ര കൊല്ലമുണ്ട്? 15 കൊല്ലമുണ്ട്. ഈ 15 കൊല്ലത്തിനിടയിൽ റസൂലുള്ളാഹിക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. സൈനബ് ഉണ്ടായിട്ടുണ്ട്, ഉമ്മു കുൽസൂം ഉണ്ടായിട്ടുണ്ട്, റുഖയ്യ ഉണ്ടായിട്ടുണ്ട്. ഇവരൊന്നും കെട്ടിച്ചത് ഇസ്ലാം റസൂലുള്ള പ്രവാചകനാണെന്ന് നിലയിട്ടില്ലല്ലോ. അല്ല, അബുൽ ആസിയാണ് റസൂലുള്ള ആദ്യം കെട്ടിച്ച മകൾ സൈനബാന്റെ ഭർത്താവ്.
അബുല്ലാസിന്റെ കഥ എന്താ? ബദർ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കളെ പിടികൂടിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാരേന്നു? അബുല്ലാസിയാണ്. ആ ബദർ യുദ്ധത്തിൽ 70 ആളെ പിടികൂടി വന്നപ്പോൾ ഒരാളെ പേരെന്താന്ന് വെച്ചാൽ അബുല്ലാസിയാണ്. ഈ അബുല്ലാസി ആരാ? റസൂലുള്ളാഹിന്റെ മരുമോനെ. ആ റസൂലുള്ളാഹിന്റെ പുതിയാപ്പളയാണ് ശത്രുക്കളെ കൂട്ടത്തിൽ വന്നിക്കണത്. ഉമ്മു കുൽസൂമിനെയും റുഖയ്യാനെയും കെട്ടിയിരുന്നത് അബൂലഹബിന്റെ മക്കളായ ഉത്ബയും ഉത്തൈബയുമാണ്. ഉത്ബയും ഉത്തൈബയും. ഈ 2 ആൺമക്കളോടും അബൂലഹബ് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നമ്മളിപ്പോൾ നേരം വെളുത്താൽ ഇസ്ലാമിനെയും മുഹമ്മദിനെയും എതിർക്കാൻ നടക്കുക, ആ കക്ഷിൻ്റെ 2 കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യാൻ 2 പറ്റൂല. അതുകൊണ്ട് ആ 2 പെൺകുട്ടികളെ നിങ്ങൾ കൊണ്ടാക്കണം എന്നാണ്. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹയുടെ പുണ്യം ഈ സമയത്ത് വായിക്കണം. ഒരു സ്ത്രീ റസൂലുള്ളാഹിനെ നെഞ്ചേറ്റി എന്നത് തന്നെയാ ഖദീജ ബീവിയുടെ പ്രത്യേകത. ഉത്ബ ഉത്തൈബ 2 മക്കളും പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ഞാനത് വെറുതെ പറയല്ല, ഈ കുട്ടിയൊക്കെ അറിയാത്തുള്ളൂ, കാരണന്മാർക്കറിയാം. കാളോട്ടങ്ങ് തെറ്റിയിട്ട് 2 ആൾ തെറ്റിയിട്ട് കല്യാണം മുടക്കിയത് ഉണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്, എനിക്കറിയണതുണ്ട്. 2 ആൾ കാളോട്ടിന് പോയിട്ട് അവിടുന്ന് തമ്മിൽ തെറ്റി. ഒരാൾ ചെറുക്കൻ്റെ വാപ്പയാണ്, ഒരാൾ പെണ്ണിൻ്റെ വാപ്പയാണ്. ആ ഈ പുതിയാപ്പള്ളിനെ എനിക്കറിയാം, ഈ പുതിയണ്ണിനെ എനിക്കറിയാം. ഓല് നാട്ടിൽ വന്നിട്ട് ആ കല്യാണം ഒഴിവാക്കി. ഇന്നത്തെ മക്കളോട് പറയാൻ പറ്റൂല കേട്ടോ, ബാപ്പ ആണെങ്കിൽ വേറെ കെട്ടിക്കോളെ, ഇച്ചിത് മതി അറിയും. ഇപ്പത്തൊക്കെ ചെറുക്കന്മാരോട് പറയാൻ പറ്റൂല. അന്ന് നാട്ടിൽ കാളപൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ആ കല്യാണ ബന്ധം വേർപിരിച്ചു. ആ പുതിയാപ്പിള എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എനിക്കറിയില്ല ഞാൻ എന്തിനെ പെണ്ണുങ്ങൾ ഒഴിവാക്കി. ബാപ്പ പറഞ്ഞു ഞാൻ ഒഴിവാക്കി. ആ സ്ത്രീക്കും പരാതിയില്ല, ആ ഭർത്താവിനും പരാതിയില്ല, ഭാര്യക്കും പരാതിയില്ല. ഇത് പഴയ കാലത്തെ രീതിയാണ്. എന്നുവെച്ചാൽ വാപ്പ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. ഇത് അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. അബൂലഹബ് വിളിച്ച് 2 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ 2 ആളെ ഭാര്യമാരെ കൊണ്ടാക്കണം. മക്കളനുസരിച്ച് ഉത്ബയും ഉത്തൈബയും 2 പേരും തങ്ങളെ ഭാര്യമാർ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കി. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായി കയറി വരുന്ന 2 പെൺമക്കളെ ചേർത്തിപ്പിടിച്ച ഉമ്മയുടെ പേരാണ് ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. അനിഷ്ടത്തോടുകൂടെ ഒരു വാക്ക് ഖദീജ ബിവി പറഞ്ഞില്ല. നിങ്ങളെ ദീന് കാരണമായി എൻ്റെ മക്കളെ കഞ്ഞികുടി മുട്ടി. പറയാലോ, നിങ്ങളെ ദീനീ പ്രബോധനം കൊണ്ട് ഉണ്ടായ പുണ്യം എന്താണെന്ന് വെച്ചാൽ 5 കുട്ടികളെ പുതിയാപ്പിളാർ പോയി കിട്ടി. ഇതൊരു ഭാര്യ പറയും, ഖദീജ ബീവി പറഞ്ഞില്ല കേട്ടോ. ഉത്ബ പിൽക്കാലഘട്ടത്തിൽ മക്കാ വിജയത്തോടനുബന്ധിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന ആ ചരിത്രം. ഉത്തൈബ ഒന്നുകൂടെ മുന്നോട്ട് പോയി. ഉത്തൈബ മകളെ കൊണ്ടാക്കാൻ മാത്രമല്ല, കിട്ടിയ ചാൻസിന് റസൂലുള്ളാഹിനെ കുറിച്ച് ചീത്ത പറയുകയും ചെയ്തു, തുപ്പുകയും ചെയ്തു. മുഖത്തേക്ക് തുപ്പുക ദേഷ്യം തീർക്കാനുള്ള ഒരു വഴികാട്ടിയതാണ്. ആ തുപ്പൽ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് എത്തിയില്ല. ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബം മിൻ കിലാബിക. നിന്റെ വേട്ടജീവിയിൽ നിന്നും ഒരു വേട്ടജീവിയെ ഇയാളുടെ മേൽ നീ നിയോഗിക്കണേ അല്ലാ. ഉത്തൈബ വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, ഞാനേ തുപ്പി, അമ്മോശാക്കാന്റെ മുഖത്തേക്ക് തുപ്പി. ആ മഹത്വം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കെതിരെ ദൊഴി നടത്തിക്കണു പറഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് ഒരു യാത്ര നടത്തുകയാണ്. ശാമിലേക്ക് യാത്ര നടക്കുന്ന സംഘത്തിൽ ഉത്തൈബയുണ്ട്. വൈകുന്നേരം വിശ്രമിക്കാനിരുന്നപ്പോൾ അബൂലഹബ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂടെയുള്ളവരോട്, പേടിക്കണം കേട്ടോ, കാര്യമെന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദിന്റെ പ്രാർത്ഥന പേടിക്കണം. ഈ ദുആ മനസ്സൊന്നും പോയിട്ടില്ല. രാത്രി ഇവര് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അവർ ഉത്തൈബയ്ക്ക് രക്ഷ നൽകാൻ വേണ്ടി അവരുടെ ഒട്ടകങ്ങളെ ചരക്കുകളെ ഒക്കെ
വളയം ചെയ്യിച്ച് ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് അതിനെ നടുക്ക് കൊണ്ട് ഉത്തൈബാനെ കടത്തി. ഓരൊക്കെ വട്ടത്തിൽ നിന്നു, നടുക്കിട്ടു. എന്തിന്? എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഉണന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട്. പക്ഷേ രാത്രി സമയത്ത് ഒരു വേട്ടജീവി വന്നു, ഉത്തൈബയെ മാത്രം കൊന്ന് തിരിച്ചുപോയി. ഉത്തൈബ കൊല്ലപ്പെട്ടു. ഉത്തൈബ കൊല്ലപ്പെട്ടു. ഇരിക്കട്ടെ, പിൽക്കാലഘട്ടത്തിലും ജീവിച്ചു അബൂലഹബ്. അബൂലഹബിന് മാരകമായ രോഗം ബാധിച്ചു. മാരകമായ രോഗം ബാധിച്ച് മനുഷ്യൻ്റെ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ രക്തം ഇങ്ങനെ മാംസം ഇങ്ങനെ മുറിഞ്ഞു വീണ രോഗം. വലിയ ദുർഗന്ധം, വലിയ ദുർഗന്ധം. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില രോഗം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പരിസരവാസികൾ ശല്യം കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, വിശ്രമിക്കാൻ കഴിയണില്ല, നാറ്റം കൊണ്ട് പരാതി പറഞ്ഞു. അബൂലഹബിനെ ആൾതാമസമില്ലാത്ത മലഞ്ചെരുവിൽ കൊണ്ടുപോയി മാറ്റി നിർത്തേണ്ടി വന്നു. അബൂലഹബ് അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി. മറവ് ചെയ്യാൻ പോലും കുടുംബത്തിന് സാധ്യമാകാത്ത ദുർഗന്ധമാണ്. ആ സമയത്ത് ആൾക്കാർ പറഞ്ഞു, കുടുംബങ്ങളെ വിളിച്ചിട്ട് ഇതൊന്നും മറയിലൂടെ മനുഷ്യന്മാരെ നടക്കാൻ പറ്റണില്ല. അതിലെ അവസാനം അടിമകളെ വിളിച്ച് കൂടിയ കൂലി പറഞ്ഞ് ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് മൂടുകയാണ് അബൂലഹബിനെ ചെയ്തത് എന്ന് ചരിത്രം. എന്തേ ഈ മനുഷ്യൻ ചെയ്ത പാതകം? അത് കഴിഞ്ഞോട്ടെ, അതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനുഭാവൻ, പിൽക്കാലഘട്ടത്തിൽ അബൂലഹബിനെ സ്വപ്നം കണ്ടു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടെന്നാ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അബ്ബാസ് റളിയല്ലാഹു അബൂലഹബിനെ കുറ്റം. ഈ അബ്ബാസാരാ? അബ്ബാസാരാ? അബൂലഹബിൻ്റെ അനുജനാണ്. ആ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ തന്നെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂലഹബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ തന്നെയാണ് അബൂലഹബും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അബൂലഹബിന് സ്വപ്നം കണ്ടു. ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. പഴയ കാലത്ത് പിരിവുണ്ടോ? എന്താ ഇത് മൂലയന്മാരെ പരിപാടിയാണ്, നിങ്ങളാ വളവൊന്നും നടക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ചാളുള്ളൂ, അപ്പോൾ എല്ലുവല്ല 50-100 കൊടുത്താൽ അത് ഏറെ തോന്നരുത് കേട്ടോ. കൊടുക്കാൻ ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാനൊരു കൊടുക്കണോനായല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വാങ്ങണോനാകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ത് പിരിവ് വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചോളുണ്ട്. പടച്ചോനെ കൊടുക്കാനാണല്ലോ യോഗം, വാങ്ങാൻ യോഗം ഉണ്ടാകാൻ പാടില്ല. ദുന്യാവിൽ ആ യോഗം ഇല്ലാതെ മരിച്ചു പോകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കൊടുക്കണോലാകാം, അത് വലിയ യോഗ്യത. നിങ്ങളാ പറയണ മാതിരിയെല്ലാം അങ്ങോട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ യോഗ്യതയാണ്. ഇത് അല്ലാഹു തആല നമ്മളാക്കുകയാണ്. നമ്മളതിലിങ്ങനെ പിന്നാക്കം നിന്ന് പോയാൽ എന്നാൽ നീ പണ്ടാരാടെ കിടക്കട്ടെ അറിയും, നമുക്ക് കൊടുക്കാൻ യോഗമില്ലാതാവും. അപ്പം അത് വരാൻ പാടില്ല. എന്തവസരം കിട്ടിയാലും ഒരു സ്വതക്ക ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുക. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂലഹബിനോട് ചോദിച്ചു, എന്താ മട്ടെന്ന് ചോദിച്ചു. എന്താ മട്ടെന്ന് ചോദിച്ചു. എന്താ മട്ടെന്ന് ചോദിച്ചാൽ മരിച്ചു പോയിട്ട് നിങ്ങളെ ഹാലെന്താ? അതാ ചോദ്യം. അബൂലഹബ് പറഞ്ഞു, ഞാൻ നരകത്തിൽ തന്നെയാണ്. അത് ഉറപ്പല്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ്. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അയാൾ പിന്നീട് ചേരും എന്ന് ഖുർആൻ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞതാ. പിന്നെ അയാൾ നരകത്തേക്ക് പോകണ്ടേ? പക്ഷേ ഒരു പുതുമയുള്ളത്, എല്ലാ തിങ്കളാഴ്ചയും ദാഹം തീർക്കാനുള്ള സൗകര്യം എനിക്ക് റബ്ബ് തന്നിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും ദാഹം തീർക്കാനുള്ളൊരു സൗകര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അബ്ബാസ് റളിയല്ലാഹു ചിന്തിച്ചു, എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചു. അതിന് കാരണമുണ്ട്. സംഗതി എന്താണെന്നോ, അനുജനായ അബ്ദുള്ള, അബൂലഹബിൻ്റെയും താഴെയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ള എന്ന വ്യക്തിക്കൊരു കുട്ടി ജനിച്ചു എന്ന വാർത്ത
മൂത്താപ്പയായ അബൂലഹബിനോട് വന്ന് പറഞ്ഞത് സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമപ്പെണ്ണാണ്. തറവാട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടായിക്കണോ. ഇത് പറഞ്ഞപ്പോൾ അതൊരു സന്തോഷമായി അബൂലഹബിന്. ഇത് ഭാവിയിൽ നബിയാവുന്നൊന്നും അപ്പം അറിയില്ലല്ലോ. നിങ്ങളെ കുടുംബത്തിൽ തറവാട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടായിക്കണു എന്ന് അബൂലഹബിനോട് സുവൈബത്തുൽ അസ്ലമിയ വന്ന് പറഞ്ഞപ്പോ ആ സന്തോഷം കാരണം ആ സുവൈബത്തിനെ മോചിപ്പിച്ചു. ആര്? അബൂലഹബ് അടിമത്തിൽ മോചിപ്പിച്ചു. ഇത് അള്ളാഹു വലിയ പരിഗണന ചെയ്തു എന്നാ പറയുന്നത്. ഹാഫിദുൽ ഷാം ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ നാസിർ റഹ്മഹുല്ല. ഹാഫിദുൽ ഷാം എന്ന് പറഞ്ഞാൽ ഷാമിലെ ഹാഫിദ്. ഈ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനപ്പാടാക്കിയ ആളല്ലോ കേട്ടോ, മുത്തല്ലിങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഹാഫിദ് ഉണ്ട്, ഹദീസിലും ഹാഫിദ് ഉണ്ട്. ഹദീസ് ഇപ്പോഴാക്കുക നമ്മളെ നാട്ടിലേ ഇല്ല. ഹദീസ് മനപ്പാടാക്കുക. പഴയ കാലത്തൊക്കെ പുതിയാപ്പിളാരെ യോഗ്യത അങ്ങനെയാണ്. അല്ലേ, കല്യാണത്തിലൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ യോഗ്യതയല്ലേ. വൈക്കോലിൻ്റെ വലിയ യോഗ്യതായ കാലം ഉണ്ടായിരുന്നല്ലോ അല്ലേ. മക്കളെ കെട്ടിച്ചുമ്പോൾ അവനെ കുടുംബക്കാർ വല്ലിപ്പിയും ബന്ധപ്പെട്ടവനും പോയി നോക്കുക. എന്താ വൈക്കോലിൻ്റെ എത്ര വലിപ്പമുണ്ട് നോക്കുക അല്ലേ. ചിരിച്ചിട്ടുണ്ടോ? അതൊക്കെ അങ്ങനെ കെട്ടിയവരെക്കാരും ഇരിക്കണ കാരണന്മാരൊക്കെ വൈക്കോലിൻ്റെ വലിപ്പം നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ കൃഷിയുടെ പാടത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ട് അതുപോലെ ഒരു കാലഘട്ടത്തിൽ ഹിഫ്ള് നോക്കിയിട്ട് കല്യാണം നടത്തി. എത്ര സൂറത്ത് മനപ്പാടുണ്ട്, അതിന് പുതിയാപ്പളൻ്റെ യോഗ്യത. അത് ഖുർആൻ ഹിഫ്ള്. ഹദീസിൽ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ഹാഫിൽ എന്ന സ്ഥാനത്തേക്ക് ഒരാൾ എത്തണമെങ്കിൽ മിനിമം 1,00,000 ഹദീസ്. 1,00,000 ഹദീസ് മത്തിനും സനദും മത്തിനും കൂട്ടി മനപ്പാടാക്കണം. കേവലം മത്തിന് ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര മുഴുവനും അറിഞ്ഞ് അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആ രീതിയിൽ മനപ്പാടമാക്കുന്ന ആൾക്കാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹാഫിദ് എന്ന് പറയും. ഈ മഹാൻ ജീവിച്ചിരുന്നത് ഹിജറ 7-ാം നൂറ്റാണ്ടിലാണ്. ഞാനിത് പറയുന്നത് അദ്ദേഹം അബൂലഹബിൻ്റെ ഈ ഒരു സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇദാകാന കാഫിറൻ ജഅദമുഹു വതബത്ത് യദാ ഫിൽ ജഹീമി മുഖല്ലദാ. ഒരു കാഫിറായ മനുഷ്യൻ നരകത്തിൽ ശാശ്വതമായി കൊണ്ട് കിടക്കുന്ന ഒരാൾ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസുറൂരി ബിഅഹ്മദാ. എല്ലാ തിങ്കളാഴ്ചയും അയാൾക്ക് ആശ്വാസം കിട്ടുക. ആശ്വാസത്തിൻ്റെ കാരണം എന്താ? റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു എന്നത്. അയാൾക്ക് സന്തോഷത്തിൻ്റെ കാരണം റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചു എന്നതാ. ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അത് നമ്മളെ പറ്റി പറഞ്ഞതാണ്. അബൂലഹബിന് ഒരൊറ്റ പ്രാവശ്യം സന്തോഷിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ കടന്നിട്ടും രക്ഷ കിട്ടിയെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തേ? കാരണം അയാൾ ആയുസ് മുഴുവനും ജീവിതകാലം മുഴുവനും റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിച്ചു പോയ മനുഷ്യൻ റസൂലുള്ളാഹിനെ കിട്ടിയല്ലോ, റസൂലുള്ളാഹിനെ സന്ദർശിച്ചല്ലോ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു തആല പരിചയപ്പെടുത്തി തന്നു. എനിക്ക് എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് റസൂലുള്ളാഹിനെ കുറിച്ചാകണം. എനിക്ക് എൻ്റെ കുട്ടിക്കാലം അത്ര പറയാൻ കഴിയൂല. റസൂലുള്ളാഹിൻ്റെ കുട്ടിക്കാലം വേണമെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞുതരാം. എൻ്റെ കുട്ടിക്കാലം എനിക്ക് പറയാൻ കഴിയില്ല, ഇല്ല. അതേസമയം എനിക്ക് എന്നേക്കാൾ ഇഷ്ടമാകേണ്ടതും റസൂലുള്ളാഹിനെയാണ്. ഉമർ ബിൻ ഖത്താബ് അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, നബിയെ, എന്നെ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങേയാണ്. മതി എന്ന് പറഞ്ഞു. ഇല്ല,
ലാ യുഅ്മിനു അഹദുകും മത്താകുന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും റസൂലുള്ളാഹിനേക്കാൾ, സ്വന്തത്തെക്കാൾ റസൂലുള്ളാഹിനെ സ്വീകരിക്കണം. ഇത് വന്നാൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ശൈലിയുണ്ടായിരുന്നു. കാനലാ യുസല്ലി അലാ മയ്യിത്തിൻ അലൈഹി ദൈനുൻ. പഠിക്കണം. കടമുള്ള ഒരു മയ്യത്തിൻ്റെ മേൽ 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ വാച്ചൊക്കെ നോക്കുന്നുണ്ട്. കടമുള്ള ഒരു മയ്യത്തിൻ്റെ മേലും റസൂൽ നമസ്കരിക്കൂല. ആ കാലത്ത് മയ്യത്ത് ഇങ്ങനെ കൊടുന്നെച്ചാൽ ചോദിച്ചു, കടണ്ടോന്ന് ചോദിച്ചു. മയ്യത്തിന് കടണ്ടോ? ഇപ്പോഴും ചോദിച്ചാലുണ്ട്, മയ്യത്തിൻ്റെ കടമൊക്കെ എന്നാളെ ഏറ്റെടുത്ത് കൊടുമെന്ന് പറയും. അതൊരു മാമൂല് പറച്ചിലാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് കടം. കടത്തോടുകൂടെ മരിച്ചു പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കടമുള്ള മയ്യത്ത് ബ്ലോക്കായി കിടക്കും കടം വീട്ടുന്നത് വരെ. സ്വർഗത്തേക്ക് പോകേണ്ട റൂഹന്റെ കാരം, പക്ഷെ പോകാൻ കഴിയൂല നീ കടം ഉണ്ടാവുമ്പോഴേ. ഹബീബായ നബി കടമുള്ള മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. കടണ്ട് എന്നാണ് റസൂലുള്ളാഹി മാറിപ്പോവും. നിങ്ങൾ കരിച്ചോളി എന്നറിയാം. ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതൂഹ. പിൽക്കാലഘട്ടത്തിൽ സാമ്പത്തികാഭിവൃദ്ധി റസൂലുള്ളാഹിക്ക് ലഭിച്ചു. വിജയങ്ങളൊക്കെ ധാരാളം കിട്ടി. സാമ്പത്തികമായിക്ക് വല്ല പുരോഗതിയായി, ചുറ്റുപാടൊക്കെ നന്നായി. അപ്പ റസൂല പറഞ്ഞു, അനാ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരത്തെക്കാൾ അവരോടുള്ള ബന്ധം എനിക്കാണ്, ഞാനാണ്. ഫമൻ തൂഫിയ വഅലൈഹി ദൈനുൻ. ആരെങ്കിലും മരിച്ചു പോകുന്നു, ആ സമയത്ത് അയാൾ കടബാധ്യതയുള്ള ആളാണെങ്കിൽ, കടമുള്ളവനാണെങ്കിൽ, ഫഅലയ്യ ഖലാഉ, ഞാൻ വീട്ടിക്കോളാ കടന്നു. അക്കാലത്ത് ഏറ്റെടുത്തു. അല്ല പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ബന്ധം ഹബീബായ റസൂലുള്ളാഹിനോടാകണം എന്ന് പറഞ്ഞപ്പോൾ റസൂല തിരിച്ചും നിന്നു. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോകുമ്പോൾ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ ഏറ്റവും ബാധ്യത എനിക്കാ, പോരാ. വമൻ തറക്ക മാല. എന്നാ ഒരാൾ കുറെ മുതൽ ബാക്കിയാക്കി മരിച്ചു പോയാലോ, അത് ഫലി വറസത്തേക്ക്, അതും എൻ്റെ അവകാശികൾ എടുത്തോട്ടെ. ഇത് റസൂലുള്ള പറയേണ്ടി വന്നത് നമ്മളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. വേറെ വഴിയില്ല കേട്ടോ, വേറെ ഒരു വഴിയില്ല. കുറുക്കൊന്നും തരേണ്ട. അള്ളാഹുവിലേക്ക് അള്ളാഹു നിശ്ചയിച്ച വഴിയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് നിശ്ചയിച്ച വഴിയാണ്, നമ്മൾ തിരഞ്ഞെടുത്ത വഴിയല്ല. അള്ളാഹു നിശ്ചയിച്ച വഴിയാണ്. കാരണം അള്ളാഹ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിനെ സ്വീകരിക്കുക, ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടുമ്പോൾ പറഞ്ഞാൽ കേൾക്കും, ഇഷ്ടപ്പെടുമ്പോൾ പറഞ്ഞാൽ കേൾക്കും. ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ കേൾക്കും, ഇഷ്ടമുള്ള നേരത്ത് പറഞ്ഞാൽ കേൾക്കും. ഇഷ്ടമല്ലാത്ത ഇപ്പോൾ ഒരു അയൽവാസി നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾക്കത് വലിയ പരിഗണനക്കാരം. അവിടെ കെടുങ്ങറായി പന്തലുണ്ട്, ഇങ്ങോട്ട് ഇൻ്റെ മുറ്റത്തേക്ക് ഇട്ടുള്ള പന്തൽ പറയും. അവിടെ എന്താ കുറവ്, കാശിലിച്ച് കുടുങ്ങേണ്ട, എൻ്റെ കണ്ട് പൈസ കൊണ്ടേക്കോ, ഉണ്ടാവുമ്പോൾ തന്നാൽ മതി, ഒക്കെ കൂടി കൊടുക്കും. എപ്പോൾ ഇഷ്ടം ഉണ്ടാവുമ്പോൾ. നിങ്ങൾക്ക് വെറുപ്പാണെങ്കിലോ, വെറുപ്പാണെങ്കിൽ നിങ്ങൾ വേറെ സ്വഭാവക്കാരാണ്, ഒന്നും സഹകരിക്കൂല. അപ്പം ഇഷ്ടപ്പെടുക എന്നത് തന്നെയാണ് പ്രധാനം. ആ ഇഷ്ടത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മകൾ പെരുകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമതായി റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം. അതിനുള്ള ഉപാധി എന്താ? അതിനുള്ള ഉപാധി പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിലിങ്ങനെ മൗലൂദ് ഓതലേന്ന്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. റബ്ബിൽ അവലാണ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. ചേർന്നിട്ടും മനുഷ്യന്മാർ ആ ചെറിയ കാര്യം എന്നല്ലല്ലോ അത്. റബ്ബിൽ അവൽക്ക് മാത്രം പള്ളിക്ക് പോയി ഓർമ്മല്ലേ അല്ലേ? റബ്ബിൽ അവലും മൂലയന്മാരെന്ന് പേര് അറിയവർക്ക്. കാരണം അന്ന് മൗലൂദ് ഓതാൻ പോയാൽ ചേർന്ന് കിട്ടും. ആ ചേർന്ന് തിന്ന പുണ്യം തന്നെയാണ് ഇന്നത്തെ ഈ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അപ്പം ഈ മൗലൂദൊക്കെ വേരറ്റ് പോകണം. സത്യത്തിൽ അത് വേരറ്റ് പോകേണ്ട ഒന്നല്ല, കുടുംബത്തിൽ നിലനിർത്തേണ്ട ഒന്നാണ്. അതിലൂടെ ഉണ്ടായിത്തീരുന്നത് സൽക്കർമ്മങ്ങളിലേക്കുള്ള പ്രചോദനമാണ്. അതിന് അലാക്കിൻ്റെ കായും പണമൊന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലെല്ലാം റബീഉൽ 30 മൗലൂദ് ഉണ്ടാക്കലുണ്ട്. മൂല്യന്മാരൊന്നും വിളിച്ചല്ല കേട്ടോ, ആരും ഗതിയെടുത്തില്ല, ഇല്ല. ആരും വിളിച്ചണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. വിളിക്കാൻ സൗകര്യമുള്ള വിളിച്ചോളിയും, അതിൻ്റെ പേരിൽ ഹദീ ചെയ്തോളിയും, ഭക്ഷണം കൊടുത്തോളിയും, ഒക്കെ ചെയ്തോളിയും, കുഴപ്പമൊന്നുമില്ല. ഇനി അതിന് സൗകര്യമില്ല, അതുകൊണ്ട് മൗലൂദ് ഓതാക്കണ്ട. അതിനെന്താ ട്രിക്ക്? അതിന് ട്രിക്കൊന്നുമില്ല. ഈ മദ്രസ പഠിച്ചിന മക്കളുണ്ടാവുമല്ലോ, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ 8ലും 9ലും പഠിച്ചിന മക്കളുണ്ടാവും. ആ മക്കളെ വിളിച്ച ഹദീസ് വായിച്ചാൻ പറയാം, എന്നിട്ട് സ്വലാത്തും തസ്ലീമും വ അസ്കാ തഹിയ്യത്തി അങ്ങനെ കൂടിച്ചില്ല, അങ്ങനെ കൂടിച്ചില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പോഴെൻ്റെ മനസ്സിന് കുറേ മുമ്പ് പറഞ്ഞതാണ്, എൻ്റെ വീട്ടിൽ എന്നും മൗലൂദുണ്ട്. ഒരു ദിവസം വന്ന് ഞാൻ അതിലേ പോയപ്പോൾ അന്ന് പെരക്കാരും ഞാനൊക്കെ പുറത്തു പോയത് കാരണം മൗലൂദ് അതാ നേരം കിട്ടിയില്ല. അതിൽ ഞാൻ എന്തേ കാട്ടിയെന്നോ, എല്ലാവരെയും ഒപ്പം ഞാൻ ഡൈനിങ് ഹാളിലാണ് നിർത്തിയിട്ട് 10 സലാത്താണ് ചെല്ലിച്ചു. എന്നിട്ട് പോയി കടന്നുറങ്ങാൻ പറഞ്ഞു. ഇരുന്ന് മൗലൂദ് അതാ നേരമല്ലാന്ന് മനസ്സിലായപ്പോൾ കാട്ടി പണിയാണത്. ഡൈനിങ് ഹാളിൽ എല്ലാവരെയും നിർത്തിയിട്ട് 10 സലാത്താണ് ചെല്ലിച്ചു, എല്ലാവരും കൊണ്ടു. ഇനി പോയി കടന്നോളിന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരനാണ് ഈ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഒരു പൈതൃകവും പാരമ്പര്യവും. അപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ പേര് പറയണം. അതൊരു ഈമാനായി കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളത് ഒന്നും വിചാരിക്കണ്ട, റസൂലുള്ളാഹിൻ്റെ പേര് പറയട്ടെ, നമ്മുടെ വീടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, മക്കളത് പഠിക്കട്ടെ. പഴയ കാരണന്മാർക്ക് മങ്കൂസ് മൗലൂദൊക്കെ കാണാപ്പാടാണല്ലോ. മങ്കൂസ് മൗലൂദും വെറുതെ ഉണ്ടായതല്ല, അത് ഈ സമുദായം പാടിയതിൻ്റെ പേരിലാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയതായ ദുരന്തങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടത്. ദുരന്തം കൊറോണ മാത്രമല്ല ഉണ്ടായിക്കണത്, അതിലും വലുതൊക്കെ ഉണ്ടായിക്കണു. കേരളം കണ്ട വലിയ ദുരന്തങ്ങൾ കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. പ്ലേഗ് പോലെയുള്ളത്, വസൂരി പോലെയുള്ളത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ആളില്ലാത്ത സന്ദർഭങ്ങൾ മലബാറിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള പഴുത് തേടിക്കൊണ്ട് നാട്ടുകാർ, പൊതുജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത്. ഇതാണ് ചെല്ലിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ വസൂരി പോയത് നാട്ടിൽ നിന്ന്, മങ്കൂസ് മൗലൂദ് പോയത്. വിശ്വാസം വേണം. അതിനൊക്കെ ഇപ്പോൾ കജ്ജോ, അതിനൊക്കെ കജ്ജോ എന്ന് വെച്ചാൽ ഇത് നമ്മളല്ല നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ്. അള്ളാഹുവാണ്. ഇതൊരു ചടങ്ങായി പറയേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. അതോടൊപ്പം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി. ആ സൃഷ്ടിയെ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്കാണ് അവരുടെ സ്ഥാനങ്ങളൊക്കെ പകർന്നു നൽകിയതെങ്കിൽ ഈ റസൂലുള്ളാഹിക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടി മാത്രം ആകാശലോകത്തേക്ക് കൊണ്ടുപോയി എന്നത് ചരിത്രം. അതാ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അത് വെറുതെ കൊണ്ടുപോയതല്ല, അത് വെറുതെ കൊണ്ടുപോയതല്ല. ഈ റസൂലുള്ളാഹിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ആ റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതൊരു പ്രത്യേകമായ ലദ്ദത്താണ്, ഒരിഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ മേൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുക ഒറ്റക്കാകുമ്പോൾ. അങ്ങനെ റസൂലുള്ളാഹിനെ കൂട്ടുകാരനാക്കുകയും മക്കൾക്കിടയിൽ അവരുടെ മനസ്സുകളിൽ റസൂലുള്ളാഹിനെ നിലനിർത്താനുള്ള ശ്രമങ്ങളുണ്ടാവുക. അതിൻ്റെ വഴി തന്നെയാണ് വീടുകളിൽ മൗലൂദ് ഓതുക. നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളോട് ഓതിക്കളി. പക്ഷേ ഈ മക്കളെ ഒപ്പം നിർത്തണേ ചേരിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വളവൊന്നും നടക്കൂല. വൈകുന്നേരമായ കുട്ടികൾ ചോദിച്ചാൽ അന്ന് ചേരിനില്ലേ? ചേരിനുണ്ടെങ്കിൽ ഓരോ മൗലൂദ് ഓതാൻ വരുള്ളൂ. അത് കുട്ടികളങ്ങനെ തന്നെയാണ്. കുട്ടികളെ ഇഷ്ടത്തിന് വിടേണ്ടി വരും. അത് വലിയ സംഗതിയാണ്. ആ മൗലൂദ് കഴിഞ്ഞിട്ട്
കൂട്ടത്തിലെ ചെറിയ കുട്ടീനെ കൊണ്ട് ആ ചേരിന് ഇങ്ങനെ വിതരണം ചെയ്യിച്ചൊക്കെയാണ്. എന്ത് രസക്കാരോ അതൊക്കെയാണ്. നേരം കാണണം കേട്ടോ. അതിനൊക്കെ വല്ല പീടിയ കൊലാമി കുത്തിനിട്ട് പാതിര വരെ ഇരുന്നിട്ട് കോട്ടായി ഇട്ടാണ് ഇജ്ജും പോകുക എന്ന് വെച്ചോട്ട് അങ്ങനെ ഇരിക്കണ്ട. ഒരു നിശ്ചയ സമയം വീട്ടിലേക്ക് ചെല്ല്, വീട്ടിൽ ഭാര്യ മക്കളോടൊപ്പം സമയം ചെലവാക്ക്. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് റബീഉൽ അവ്വലിലെങ്കിലും ഒരു നിശ്ചിത സമയത്ത് അവരെ കൂട്ടിയിരുത്തിയിട്ട് ഒരു വലിയ സന്തോഷമല്ലേ? എല്ലാവരും വേണം. വാപ്പി ഉമ്മി മക്കളും മരുക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ത് രസം. അതിന് അലാക്കിൻ്റെ വിവരമൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയും. പക്ഷെ അത് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ അത് കുടുംബത്തിന് വലിയ ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പറഞ്ഞത് കേൾക്കുക എന്നുള്ളൊരു മര്യാദ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞാൽ അനുസരിക്കുക. ഈ കാരണന്മാരും കുഞ്ഞാപ്പോജി അടക്കം നമ്മൾ ബഹുമാനിക്കുന്ന കുറേ ആളുകൾ ഈ സ്റ്റേജുമുണ്ട്. അവർ പറയുമ്പോൾ അതിനാണ് അനുസരിക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല ദ്വേർക്കണ ആളെ അതിലപ്പുറം മാത്രം ആമീൻ പറയുന്ന ആൾക്ക് കിട്ടാം. അല്ലേ? മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അല്ലാഹു തആല എങ്ങനെ ഓരോ ദുആ സ്വീകരിച്ചു എന്നുള്ളത് ഖദ് ഉജീബത് ദഅവതുകുമാ. അതല്ലേ, നിങ്ങളെ രണ്ടാളെയും ദുആ സ്വീകരിച്ചു. രണ്ടാളും തുറന്നിട്ടനല്ല. ആരെ തുറന്നത്? മൂസാ നബി അലൈഹിസ്സലാം മാത്രമേ തുറന്നിട്ടുള്ളൂ. ഹാറൂൻ നബി എന്തേ പറഞ്ഞത്? ആമീൻ. അപ്പോൾ ആമീൻ പറയലും ഒരു ദുആയാണ് എന്നർത്ഥം. ആമീൻ പറയലും ഒരു ദുആയാണ്. അപ്പോൾ അതതിൻ്റെ ഗൗരവത്തിൽ കാണണം. സാധാരണ ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ. മടിയെന്ന് കജ്ജ് പൊന്തൂല. കജ്ജിലെ കായും ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ കജ്ജ് പൊന്തണമെന്ന് ആലോചിച്ചണ്ട. അതൊക്കെ ഒരു കഥയാണ്. ഒരു ഞരമ്പ് പടച്ചാൽ കഴിഞ്ഞു, പിന്നെ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ. അള്ളാഹു തരുന്ന വേണം. അപ്പം അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അദബ്, ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാവുകയും അവനാണ് എന്നെ സംരക്ഷിക്കുന്നതും എനിക്ക് നൽകുന്നതും തടയുന്നതും എല്ലാം അവനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായിച്ച ആളുകൾ ഞങ്ങൾ ഉസ്താദന്മാർ നേരത്തെ പറഞ്ഞിരുന്ന വിവിധങ്ങളായ മഹല്ലുകളിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ചെലവിലേക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനു വേണ്ടി സഹായിച്ചതായ ആളുകൾ, എല്ലാ പള്ളിയുടെ മുമ്പിലും ഒരു ഫ്ലക്സ്, ഒരു ബോർഡ് ഞങ്ങൾ വെച്ചിരുന്നു. അതിനു വേണ്ടി സഹായിച്ച ആളുകൾ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ദർസിലെ മുതഅല്ലിമുകൾ, ഞങ്ങളുടെ ഒരു അംഗമായ ഷമീർ പൈസിയുടെ കീഴിൽ അവരും ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയും അവർക്കൊക്കെ നന്ദി പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ ഇൽമ നൽകട്ടെ. ആമീൻ എന്ന്